ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനവിധി അംഗീകരിച്ച് ആഴത്തിൽ പരിശോധിച്ച് തിരുത്തുമെന്നാണ് പ്രതികരണം. ബിജെപിയുടെ വിജയം ഗൗരവത്തോടെ കാണുന്നുവെന്നും പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി പ്രചാരണം നയിച്ചിട്ടും കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് സംഭവിച്ചത്. അതേസമയം എന്തുകൊണ്ട് തോറ്റു എന്നത് പരിശോധിക്കാൻ CPM 5 ദിവസത്തെ നേതൃയോഗം ചേരും. തെരഞ്ഞെടുപ്പ് തോൽവി സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാടായിരുന്നു തിരിച്ചടിയായത്. എന്നാൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്യമായി പ്രതിഫലിച്ചു. CPM പാനലിൽ നിന്ന് ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും ഒരു മന്ത്രിയുമടക്കം 5 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് അസാധാരണമായ വിധത്തിൽ ഇത്തവണ മത്സരത്തിനിറങ്ങിയത്. ഇതിൽ മന്ത്രി K രാധാകൃഷ്ണൻ മാത്രമാണ് വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ക്ഷേമ പെൻഷൻ പോലും നൽകാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. സാധാരണക്കാരുടെ ആശ്രയമായ കാരുണ്യ ചികിത്സാ പദ്ധതി ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. KSRTC ജീവനക്കാർക്ക് ശമ്പളത്തിനു വേണ്ടി സമരത്തിനിറങ്ങേണ്ടി വന്നു. അതിനിടെ മറുവശത്ത് സർക്കാർ യഥേഷ്ടം ദൂർത്തു തുടർന്നതും ജനങ്ങളിൽ അതൃപ്തിക്ക് കാരണമായി. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി വിവാദത്തിലും കൃത്യമായ വിശദീകരണം നൽകാൻ നേതാക്കൾക്കായില്ല. മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും മണ്ഡലത്തിലടക്കം CPM-ന് തിരിച്ചടിയുണ്ടായി. ഇതിനൊപ്പം BJP-യുടെ വോട്ട് ഷെയർ കുത്തനെ കൂടിയതും CPM-നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. CPM-ൽ നിന്നുൾപ്പെടെ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് CPM തിരക്കിട്ട് നേതൃയോഗങ്ങളിലേക്ക് കടക്കുന്നത്. 16-നും 17-നും സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും മറ്റന്നാൾ ചേരുന്ന CPM സെക്രട്ടേറിയറ്റിൽ പ്രാഥമിക വിലയിരുത്തലും ഉണ്ടാകും. അതിനിടെ തോൽവി തുറന്ന സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ജനവിധി അംഗീകരിച്ച് ആഴത്തിൽ പരിശോധിച്ച് തിരുത്തുമെന്നും BJP വിജയം ഗൗരവത്തോടെ കാണുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് രാവിലെ ചർച്ചയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരണവുമായി രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം.